നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല പൈതൽ ജാറത്തിലെ ആണ്ട് നേർച്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ മൗലീദ് പാരായണത്തോടെ നേർച്ചയ്ക്ക് തുടക്കമായി. തുടർന്ന് കൂട്ടസിയാറത്ത്, മൗലീദ് പാരായണം എന്നിവ ഉണ്ടായിരുന്നു. ജാറം മൂടുന്നതിനും നേർച്ച സമർപ്പിക്കുന്നതിനുമായി നൂറുകണക്കിന് വിശ്വാസികൾ ജാറത്തിൽ എത്തിച്ചേർന്നു. രാവിലെ മുതൽ തുടങ്ങിയ ഭക്ഷണ വിതരണത്തിൽ ജാതിമതഭേദമന്യേ നൂറുകണക്കിന് പേരാണ് എത്തിച്ചേർന്നത്. ഉച്ചയ്ക്ക് മഹല്ല് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നേർച്ചയുടെ കൊടിയേറ്റം നടത്തി. തക്ബീർ മുഖരിതമായ അന്തരീക്ഷത്തിലായിരുന്നു കൊടിയേറ്റം. കൊടികയറ്റത്തിന് മഹല്ല് പ്രസിഡന്റ് വി മുഹമ്മദ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി PT സക്കീർ ഹുസൈൻ, ട്രഷറർ TT ഹബീബുള്ള, ഖത്തീബ് അബ്ബാസ് ദാരിമി എന്നിവർ നേതൃത്വം നൽകി. രാത്രിയിൽ നടന്ന ഖുർആൻ ഖത്തം ദുആയോടെ നേർച്ച സമാപിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് 3-ന് പാലക്കാട് ജില്ലയിലെ ആദ്യ സ്വീകരണം നൽകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ ന്യൂ ബസാറിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിലാണ് സ്വീകരണം. സംസ്ഥാന സർക്കാരിന്റെ വികസന മുന്നേറ്റം പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററി പ്രദർശനവും ജാഥ എത്തുന്നതിന് മുമ്പ് നാടൻ പാട്ടും അരങ്ങേറും. ജില്ലാതിർത്തിയായ നീലിയാട് നിന്നും തൃത്താല മണ്ഡലത്തിലേക്ക് നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളുടെയും പഞ്ചവാദ്യത്തിന്റെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെ ജാഥയെ വേദിയിലേക്ക് സ്വീകരിക്കും. ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ, മാനേജർ P സന്തോഷ് കുമാർ, മറ്റു ജാഥാ അംഗങ്ങളും പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ LDF മണ്ഡലം കൺവീനർ PN മോഹനൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ, ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, T ഹംസ, AK ദേവദാസ്, CK വിജയൻ, ശ്രീജി കടവത്ത് എന്നിവർ പങ്കെടുത്തു. ആവേശകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ്, ജനങ്ങളുടെ വൻ പങ്കാളിത്തത്തോടു കൂടിയാണ് ജാഥ ഓരോ സ്വീകരണങ്ങളിലും നിന്ന് സ്വീകരണങ്ങളിലേക്ക് മാറി എത്തിക്കൊണ്ടിരിക്കുന്നു. തൃത്താല അസംബ്ലി മണ്ഡലം വരുന്ന കൂറ്റനാടും ഈ ജാഥ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ബൃഹത്തായിട്ടുള്ള ഇടപെടലുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ, മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുതുതല പഞ്ചായത്തിലെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ നടത്തി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് ഉദ്ഘാടനം ചെയ്തു. മുതുതല ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. കൊടുമുണ്ട ബാബുത്തോട്ടത്തിൽ വെച്ചിരുന്നു സെമിനാർ. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. താഴെ തട്ടിലുള്ള ഗ്രാമവാസികളാണ് തങ്ങൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കുക. അങ്ങനെ വികസനത്തിൽ ഗ്രാമങ്ങളിലോ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് കൃത്യമായി തങ്ങളുടേതായ പങ്കുകൂടി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എവിടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത്, വികസന പ്രവർത്തനങ്ങൾ എവിടെയാണ് വരേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് സാധാരണക്കാരാണ് എന്നുള്ള ആ ഒരു അവകാശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ പണ്ട് കാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമര ആ കാലഘട്ടത്തിൽ തന്നെ മഹാത്മജിയുടെ ആശയം എന്ന് പറയുന്നത് വികസനം തുടങ്ങുന്നത് ഗ്രാമങ്ങളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും ആവണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമസ്വരാജ് എന്ന ആശയം ഈ രാജ്യത്ത് വരികയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP മണി അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷംല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈമ, നൂറ കബീർ, ഷഹല, അമീറ, C മുകേഷ്, KV കബീർ, സെയ്ദലവി, കൃഷ്ണൻകുട്ടി, ആനന്ദവല്ലി, PM ഉഷ, മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പൊതുയുഗയാത്ര 16-ന് പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കും. തിങ്കളാഴ്ച രാവിലെ 9:30-ക്ക് കുമരനെല്ലൂരിൽ നിന്ന് ജാഥയെ സ്വീകരിച്ച് കൂറ്റനാട് ടൗണിലെ ആദ്യ സ്വീകരണ വേദിയിലേക്ക് ആനയിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10 വർഷത്തെ ഭരണത്തിലൂടെ പിണറായി വിജയൻ സർക്കാർ കേരളത്തെ തകർത്തുവെന്നും അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഐക്യജനാധിപത്യ മുന്നണി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പൊതുയുഗയാത്ര സംഘടിപ്പിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു.
ഈ സർക്കാരിനെ തുറന്നുകാട്ടുന്നതിനൊപ്പം UDF അധികാരത്തിലെത്തിയാൽ കടക്കണിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്നതുൾപ്പെടെ ആരോഗ്യ, വിദ്യാഭ്യാസ, വികസന മേഖലകളിൽ വരുത്തുന്ന മാറ്റങ്ങളും പൊതുയുഗയാത്രയുടെ ഭാഗമായി ഓരോ പ്രദേശങ്ങളിലെ ജനങ്ങളുമായി ചർച്ച ചെയ്യും. ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം പൊതിഞ്ഞ കട്ടളയും വാതിൽപ്പടിയും ദ്വാരപാലക ശില്പങ്ങളും മോഷ്ടിച്ച കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ CV ബാലചന്ദ്രൻ, SMK തങ്ങൾ, PV മുഹമ്മദ് അലി, TK സുനിൽകുമാർ എന്നിവർ പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതുയുഗം തന്നെ ഉണ്ടാകുമെന്ന സൂചന നൽകുന്ന രീതിയിലാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ആ പ്രയാണം ജനാരവം കൊണ്ട് വലിയ രീതിയിൽ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്ന രീതിയിലുള്ള യാത്ര കടന്നു വരുന്നത്. ആപാലവന്തം ജനങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, വയസ്സായ ആളുകൾ, തൊഴിലാളികൾ, കർഷകർ, കച്ചവടക്കാർ, ചെറുപ്പക്കാർ എന്നിവ തുടങ്ങിയ എല്ലാ മേഖലയിലും ഉള്ള ആളുകളുടെ സാന്നിധ്യം ആ വരവേൽപ്പിന് കൊഴുപ്പ് കൂട്ടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. പട്ടാമ്പി MES കോളേജിൽ രക്തദാന ക്യാമ്പ് നടത്തി. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി MES ആൻഡ് സെന്റ് സയൻസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും റെഡ്ഡീസ് ബ്ലഡ് കേരള പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബ്ലഡ് ഡോണർ ഉണ്ടോ എന്ന് അന്വേഷിക്കാനല്ലാതെ സ്വന്തം കുടുംബത്തിലോ വീട്ടിലുള്ള ആളുകളുടെ പോലും രക്തം പരിശോധിച്ച് ഇതിന് ക്രോസ് മാച്ച് ചെയ്യുന്നുണ്ടോ പോലും പരിശോധിക്കാൻ തയ്യാറല്ലാത്ത ആളുകളുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി നിരന്തരമായ പരിശീലനം പറഞ്ഞ NSS പോലുള്ള ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത് നിരന്തരമായ പരിശീലനത്തിലൂടെയാണ് ഒരു പുതിയ തലമുറക്ക് ഇത്തരം ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് MES കോളേജ് മാത്രമല്ല, സമാനമായ എല്ലാ സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള വിദ്യാർത്ഥികൾ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്കാണ് ഇന്ന് ബ്ലഡ് ദാനം ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് അബ്ദുസാർ സൂചിപ്പിച്ചതുപോലെ 250 മില്ലി രക്തമാണ് നമ്മുടെ അടുത്ത് പോകുന്നുവെങ്കിൽ പോലും ഒരുപാട് ജീവൻ സംരക്ഷിക്കാൻ നമുക്ക് ഇത്തരത്തിൽ ചെയ്യും. പെരിന്തൽമണ്ണ സർക്കാർ ജില്ലാ ആശുപത്രിയിലെ രക്തബാങ്കുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് നടത്തിയത്. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദു പതിയിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി അംസ K സെയ്ദ്, PTA വൈസ് പ്രസിഡന്റ് സുലൈമാൻ വിളത്തൂർ, IQAC കോർഡിനേറ്റർ ഫാത്തിമ അസ്നത്ത്, സബ് സെക്രട്ടറി K ലിഷ, NSS കോർഡിനേറ്റർ T ദിലീപ്, K പ്രഗിൽ, ഡോക്ടർ KP മുഹമ്മദ് അനസ്, കൗൺസിലർ സജന, തബ്ഷിറ, സൂര്യ, അഖില, ദീപ്തി തുടങ്ങിയവരും പങ്കെടുത്തു. നിരവധി പേർ ക്യാമ്പിലെത്തി രക്തം ദാനം ചെയ്തു. ഫെബ്രുവരി 13 റേഡിയോ ദിനം. കാലം മാറിയതനുസരിച്ച് റേഡിയോ അപ്രത്യക്ഷമായെങ്കിലും മാറ്റമില്ലാതെ റേഡിയോ കൈവിടാതെ നെഞ്ചിലേറ്റി നടക്കുകയാണ് തിരുവത്ര കുഞ്ചേരി സ്വദേശി ആചാരി തിരുവത്ര എന്ന മോഹൻദാസ്. പരിചയപ്പെടാം ഒരു റേഡിയോ സ്നേഹിയെ. ഹാരിസ് ചാവക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ. സ്മാർട്ട് ഫോണുകളുടെ വിപ്ലവവും സമൂഹമാധ്യമങ്ങളുടെ അതിപ്രസരവും ആചാര്യ തിരുവത്രയ്ക്ക് റേഡിയോയോടുള്ള ഭ്രമം ഒട്ടും കുറച്ചില്ല. 13-ാം വയസ്സിൽ തുടങ്ങിയതാണ് റേഡിയോ നിലയങ്ങളിലേക്ക് കത്തുകൾ അയക്കുവാൻ. ഇപ്പോൾ 50 വർഷം പിന്നിട്ടു. റേഡിയോ പംക്തികളായ നിങ്ങളുടെ കത്തുകളിലും എഴുത്തുപെട്ടിയിലും ഇദ്ദേഹത്തിന്റെ പേര് നിരന്തരം കേൾക്കാം. ഇത്രയും വർഷം കൊണ്ട് ആചാര്യ തിരുവത്ര ആകാശവാണിയിലേക്ക് അയച്ച കത്തുകളുടെ എണ്ണം കേട്ടാൽ ആരായാലും ഒന്ന് അതിശയിച്ചു പോകും. കാരണം 40,000 കത്തുകൾ കഴിഞ്ഞു. ഉച്ചപ്പാട്ടിന്റെ ഈ തിങ്കൾ പതിപ്പിലെ അതിഥി ആചാര്യ തിരുവത്ര സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ച ആനുകാലികങ്ങളിൽ ചിലതിന്റെ പേരാണ് പാട്ടിനു മുന്നേ കൂട്ടുകാരി പറഞ്ഞു നിർത്തിയത്. ചെമ്പരത്തി, മനോരാജ്യം, സഖി, പശ്ചിമതാരക, കുമാരി, സായാഹ്ന കൈരളി തുടങ്ങിയ പത്രമാസികകളിലും ആചാര്യ തിരുവത്ര എഴുതാറുണ്ട്. 50 വർഷത്തോളമായി ആകാശവാണിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നു. ആകാശവാണിയുടെ തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്, മഞ്ചേരി, കണ്ണൂർ, ദേവികുളം, കൊച്ചി നിലയങ്ങളുമായി നല്ല ബന്ധമാണ് മോഹൻദാസിനുള്ളത്.
ആകാശവാണി നിലയങ്ങളുടെ എല്ലാ പരിപാടികളും സ്ഥിരമായി കേൾക്കുന്ന ഇദ്ദേഹത്തിന് റേഡിയോ കൂടാതെയുള്ള സമയം വളരെ അപൂർവമാണ്. പല പരിപാടികളിലും സ്റ്റുഡിയോയിൽ പങ്കെടുത്തിട്ടുമുണ്ട് ഈ 63-കാരൻ. എൻ്റെ റേഡിയോ ഭ്രമം കണ്ട് എൻ്റെ മാതാപിതാക്കൾ അന്ന് എനിക്കൊരു റേഡിയോ വാങ്ങിച്ചു തന്നു, മർഫി റേഡിയോ. അന്ന് മുതൽ ഞാൻ റേഡിയോയുടെ ആരാധകനാണ്. ഇപ്പോൾ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഞാൻ ആകാശവാണി പരിപാടികൾ കേൾക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇന്നും ആകാശവാണി എൻ്റെ ഹൃദയത്തിലാണ്. സന്തത സഹചാരിയായി ഒരു പോക്കറ്റ് റേഡിയോ കരുതുന്നത് മോഹൻദാസിന് ഒരു ശീലമാണ്. ജോലിയുടെ ഇടവേളകളിൽ പോലും റേഡിയോ കേൾക്കാനാണ് ഇഷ്ടം. ഞാനിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഒരു പോക്കറ്റ് റേഡിയോ എൻ്റെ കയ്യിലുണ്ടാവും. ആ പോക്കറ്റ് റേഡിയോയിലെ പരിപാടികൾ കേട്ട് ഞാൻ ഒരിക്കലും പരിപാടി കേൾക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പരിപാടികൾ കേട്ട് എല്ലാ ദിവസവും ഞാൻ റേഡിയോയിലേക്ക് അയക്കാറുണ്ട്. ഓരോ ദിവസത്തെയും പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ എഴുതും. കഥാകൃത്ത്, കവി, ഗായകൻ, നടൻ, നിരൂപകൻ എന്നീ നിലകളിലും മോഹൻദാസ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ആചാരി തിരുവത്ര. ചാവക്കാട് തിരുവത്ര കുഞ്ചേരിയിൽ ഉഷനന്ദിനിയാണ് ഭാര്യ. മകൾ അർച്ചനാദാസ് ഹോമിയോ ഡോക്ടറാണ്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ജനറൽ വിഭാഗം ഗുണഭോക്താക്കൾക്കായി 2ാം ഘട്ട കട്ടിൽ വിതരണം സംഘടിപ്പിച്ചു. 66 പേർക്കാണ് കട്ടിലുകൾ നൽകിയത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക്, രോഗബാധിതർക്ക്, ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് എന്നിവർക്കായാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. 66 ജനറൽ ഗുണഭോക്താക്കൾക്കായിരുന്നു വിതരണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ഭരണസമിതി മാറി പുതിയൊരു ഭരണസമിതി വന്ന ഞങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ, ഞങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഫംഗ്ഷൻ മാറ്റത്. ഇവിടെ സൂചിപ്പിച്ച പോലെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ കൊടുക്കുന്ന 2 പദ്ധതിയുണ്ട്. ഒന്ന് ജനറൽ പദ്ധതിയുണ്ട്, രണ്ടാമത്തെ SC പദ്ധതിയുണ്ട്. SC വിഭാഗത്തിന്റെ ആളുകൾ കൊടുത്തു കഴിഞ്ഞു. ജനറൽ വിഭാഗത്തിന്റെ ബാക്കിയുള്ള 60ഓളം ആളുകൾക്കാണ് ഇന്നോടെ കൊടുക്കുന്നത്. ഉണ്ണീഷ് മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പദ്ധതിയിൽ എല്ലാ ആളുകളെയും, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ പൈസ എല്ലാ ആളുകൾക്കും ഏതൊക്കെ രീതിയിലാണ് അവർക്ക് ഗുണകരമായി ചെയ്യാൻ കഴിയുക അത്തരം പദ്ധതികളാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് കട്ടിൽ കൊടുക്കുന്നത് നമുക്കറിയാം. അതേപോലെ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് കട്ടിൽ കൊടുക്കുന്നതൊപ്പം തന്നെ ഓരോ വാർഡിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കാണ് കട്ടിലുകൾ നൽകിയത്. PK ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഷക്കീല, ഷാമിലി, വർഷ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മന്ത്രിയോട് പേരയ്ക്ക് ചോദിച്ച കുരുന്നിന്റെയും മന്ത്രിയുടെയും ദൃശ്യങ്ങൾ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. മന്ത്രി MP രാജേഷിനോടാണ് കുഞ്ഞാരാധകൻ പേരയ്ക്ക ചോദിച്ചത്. അച്ഛൻ്റെ കയ്യിലിരുന്ന് പേരയ്ക്ക തരുമോ എന്ന് ചോദിക്കുന്ന കുട്ടിയോട് തൻ്റെ പേരു പറഞ്ഞാൽ തരാമെന്ന് മന്ത്രി മറുപടി നൽകി. ഉടനെ മന്ത്രിയെ ഞെട്ടിച്ചുകൊണ്ട് MP രാജേഷ് എന്ന് പേരു പറയുന്നതുമാണ് വീഡിയോയിൽ ഉള്ളത്. ഓമനത്തമുള്ള റീൽസ് നിമിഷനേരം കൊണ്ടാണ് വൈറലായിരിക്കുന്നത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.